സോ ക്വിക്ക് റിവിഷൻ്റെ ടിപ്സ് എന്താ വെച്ചാൽ ആദ്യം ഫോക്കസ് ഓൺ കീ കൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഔട്ട്കംസ് ഓഫ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അതായത് ഏതൊക്കെയാണ് മേജർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, അതിൻ്റെ കോസ് ഔട്ട്കംസ് പഠിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യൻ റെവല്യൂഷന്, ഫ്രഞ്ച് റെവല്യൂഷന്, അമേരിക്കൻ റെവല്യൂഷന്, എല്ലാ റെവല്യൂഷൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിൻ്റെയും കോസസും ഔട്ട്കംസും അറിഞ്ഞിരിക്കണം. പിന്നെ മെമ്മറൈസ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾ രാവിലെ ഇതാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ എന്തൊക്കെയാണ് ആ ഡേറ്റിലുള്ളത്, എന്തൊക്കെയാണ് ആ റെവല്യൂഷൻ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടാകും. പിന്നെ പ്രാക്ടീസ് മാപ്പ്, റെഗുലർലി പ്രാക്ടീസ് ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ മാപ്പ്. അതായത് എന്തായാലും മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ ഏതൊക്കെ മാപ്പാണെന്ന് വൃത്തിക്ക് പഠിക്കും. പിന്നെ സോൾവ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യാം. റിവൈസ് റെഗുലർലി, യൂസ് ഫ്ലാഷ് കാർഡ് ഫോർ ക്വിക്ക് റിവിഷൻ ഓഫ് ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ്. പിന്നെ മേക്ക് സമ്മറി നോട്ട്സ് ഫോർ ഈച്ച് ചാപ്റ്റർ. അതായത് ഇനിയിപ്പോൾ 7th ഇത് വരുന്നത്, സോഷ്യൽ സയൻസ് വരുന്നത് 7th 10th. അപ്പോൾ അത് കുറച്ച് ദിവസമേ ഉള്ളൂ, എന്നാലും നിങ്ങളെ കൊണ്ടാകും പോലെ ഡേറ്റ്സ് എന്തെങ്കിലും കാണുന്നിടത്ത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഓരോരോ റെവല്യൂഷൻസ്, ഓരോരോ ഇവൻറ്റ്സ്, ഓരോന്നിനെ പറ്റിയും നിങ്ങൾ ചെറിയ നോട്ടാക്കിയിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പം രാവിലെ എണീച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം, ഇതൊക്കെയാണ് ഈ ഒരു ഇതിലുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര പോയിൻറ്റ്സ് ആണ് ഉള്ളത്, അങ്ങനെ വൃത്തിക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക.